അനാലിസിസ് ടൂൾ എന്താണെന്ന് നോക്കാം. നമുക്ക് അനലൈസ് ചെയ്യേണ്ട ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് ഒരു ഐക്കൺ ഹോവർ ചെയ്ത് വരും. അപ്പോൾ അതിൽ നമ്മൾ ഹോവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് അനാലിസിസ് അഥവാ കൺട്രോൾ ക്യൂ അടിച്ചാൽ കിട്ടും. പെട്ടെന്ന് അനലൈസ് ചെയ്യേണ്ട ഡാറ്റകൾ എക്സലിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചില ടൂളുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ തുറന്നു വരും. ഫോർമാറ്റിംഗ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, ടൂൾസ്, ടേബിൾസ്, സ്പാർക്ക് ലൈൻസ്, ഓരോന്ന് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡാറ്റാ ബാർസ് വരും. ഇതൊക്കെ കണ്ടീഷണൽ ഫോർമാറ്റിന്റെ ഭാഗമാണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ഓരോന്നിലും നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടീഷണൽ ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് വരും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനനുസരിച്ച് വരും. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കളറൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ച പോലെ കണ്ടീഷണൽ ഫോർമാറ്റിന്റെ മാനേജ് റൂൾസിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവും. അഥവാ അവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് ദിസ് വർക്ക് ബുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ അത് എഡിറ്റ് റൂൾസ് ക്ലിക്ക് ചെയ്ത് ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലെസൺ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയല്ല വേറെ എന്തൊക്കെ ഫോർമാറ്റ് ഉണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ ഫോർമാറ്റ് കൊടുക്കണം. വീണ്ടും നമ്മൾ എടുക്കുന്നു കളർ സ്കെയിൽ. ഈ കളർ സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഇവിടെ പോയിട്ട് നമുക്ക് കളർ സ്കെയിലിൽ എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരുത്താം. അങ്ങനെ ഓരോ വാല്യൂസും മാറ്റം വരുത്തി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരുത്താം. ഇത് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാറ്റങ്ങളൊന്നും വരുത്താതെ പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ക്വിക്ക് അനാലിസിസ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ വീണ്ടും എടുത്തു. ഇനി ഐക്കൺ സെറ്റ്, ഇത് നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിൽ വിശദീകരിച്ചാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇനി ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരും, എത്രയുടെ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം, 150 ആക്കാം. അതേപോലെ ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റാം, കസ്റ്റം ഫോർമാറ്റ് എടുക്കാം. ഇതൊക്കെ കണ്ടീഷൻ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിലും ക്വിക്കായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അടുത്തതായി നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് ടോപ്പ് 10 ആണ്. ടോപ്പ് 10 എന്ന് പറയുമ്പോൾ ഏറ്റവും ഇതിപ്പോൾ ഒരു 30 വാല്യൂസ് ഉണ്ട്. അതിന്റെ 10% ആണ് എടുത്തിട്ടുള്ളത്, 3 വാല്യൂസ് മാത്രം. ഏറ്റവും ഉയർന്ന 3 വാല്യൂസ് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ഇങ്ങനെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത് ക്വിക്ക് അനാലിസിസ് ടൂൾ. ഇതിപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ക്യൂ അടിച്ചാലും ഇതേ റിസൾട്ട് കിട്ടും. അടുത്ത ഇവിടെ ചാർട്ടാണ്. ചാർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധതരം ചാർട്ടുകൾ നമുക്കിവിടെ കാണിക്കും. അതിൻ്റെ ഓരോ ചാർട്ടും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഇവിടെ അടിയിൽ തരുന്നുണ്ട്. നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ചെറിയൊരു ഹെൽപ്പ് താഴെ കാണാം. അത് വായിച്ച് നോക്കി ഏത് അവസരത്തിലാണ് നമ്മൾ ഓരോ ചാർട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയും. ഇനി നമുക്ക് കൂടുതൽ ചാർട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മോർ ചാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാർട്ടും കിട്ടും. ചാർട്ടിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ മൊത്തം സെലക്ട് ചെയ്യാൻ കാരണം ചാർട്ട് ആയതുകൊണ്ടാണ്. ചാർട്ട് അപ്പോഴേ മാത്രമേ നമുക്ക് ഇത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൻ്റെയൊക്കെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പിവറ്റ് ടേബിളിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരു ലെസൺ ചെയ്യും. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് അനാലിസിസ് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് പോകും. ഇങ്ങനെ ചാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ക്വിക്ക് അനാലിസിസ് ടൂളിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തു. ടോട്ടൽസ് ആണ്, വിവിധതരം ടോട്ടൽസ്. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സം കാണാൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും നമുക്ക് ഹൊറിസോണ്ടൽ സം ആണ് കാണേണ്ടതെങ്കിൽ ഈ ടോട്ടൽസിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ടിൻ്റെയും ടോട്ടൽ നമുക്കിവിടെ ലഭ്യമാവും. ഇനി ഇത് നമുക്ക് നേരത്തെ ഫോർമാറ്റ് ക്ലിയർ ചെയ്തപോലെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അതേപോലെ ഇവിടെയും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് പോകണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിയർ ഓൾ എന്ന് കൊടുത്താൽ മതി. ഇനി അതേപോലെ ടോട്ടലിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെ നോക്കാം. ഇവിടെ ടോട്ടൽസ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് കാണും. പെട്ടെന്ന് ഇതൊക്കെ ക്വിക്ക് അനാലിസിസ് ആണ്. പെട്ടെന്ന് ആവറേജ് കാണണമെങ്കിൽ നമ്മളിവിടെ ഫംഗ്ഷനും ഫോർമുല ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ഇനി കൗണ്ട് ആണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൗണ്ട് കിട്ടും. നമ്മളിവിടെ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി സെലക്ട് ചെയ്ത് നമ്മൾ ക്വിക്ക് അനാലിസിസിൽ ടോട്ടലിൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കാം. പെർസെൻറ്റേജ് ടോട്ടൽ കണ്ടു കഴിയുമ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് വരും. കാരണം ഓൾറെഡി ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂ ഉണ്ട്, അത് ഓവർ റൈറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓവർ റൈറ്റ് ആവും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പെർസെൻറ്റേജ് വാല്യൂസ് അടക്കം ആഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ 100% ടോട്ടൽ സെയിൽസിൻ്റെ പ്രോഡക്റ്റിൻ്റെ സെയിലാണ് കാണിക്കുന്നത്. അത് ജനുവരിയിൽ എത്ര പെർസെൻറ്റേജ് ആണ്, ഫെബ്രുവരി എത്ര, അങ്ങനെ ജൂൺ വരെ പെർസെൻറ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ പെർസെൻറ്റേജ് കൂടി വന്നതുകൊണ്ട് അടുത്തത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് എന്തായാലും ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തില്ലെങ്കിൽ അടുത്ത വാല്യൂ ഈ പെർസെൻറ്റേജിൻ്റെ
ഫോർമാറ്റിന്റെ ഇഫക്റ്റ് കൂടി നമുക്ക് അവിടെ വരും. അതുകൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്യാണ്. ക്ലിയർ ഓൾ കൊടുത്താൽ മതി. ഇനി അടുത്ത ടോട്ടൽസിൽ നമുക്ക് അടുത്ത എന്താ വാല്യൂസ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. റണ്ണിങ് ടോട്ടൽ എന്താണ് റണ്ണിങ് ടോട്ടൽ? റണ്ണിങ് ടോട്ടൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ ടോട്ടൽ 500 ആണ്. പിന്നെ ഈ 500 കൂടി വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ടോട്ടൽ ലഭിക്കും. പിന്നെ അടുത്തത് ഇവിടെ ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോന്നാണ്. ഇപ്പോൾ ഇവിടെ ഫോർമുല പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ ഈ വാല്യൂസും കൊടുക്കാണ്. പിന്നെ അടുത്തത് വീണ്ടും എടുക്കുമ്പോൾ ഈ വാല്യൂസും കൂടി കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ SB3 ഇതാ ഇവിടെ മുതൽ ഇതുവരെയുള്ള വാല്യൂ എടുക്കുന്നുണ്ട്. C7 വരെ എടുക്കുന്നു. പിന്നെ അടുത്തത് ഇത് മുതൽ ഇത്രയും ഏരിയയുടെ ടോട്ടലാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഓരോ ടോട്ടലും അങ്ങനെ ഒറ്റയടിക്ക് തന്നെ ആകെ ഓരോ മാസവും മറ്റു മാസത്തോടു കൂടി കൂട്ടിക്കൊണ്ട് എത്ര ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. റണ്ണിങ് ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് നമുക്ക് ഇനി ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫോർമാറ്റ് ക്ലിയർ ഓൾ കൊടുക്കാം. ഇങ്ങനെ വളരെ പെട്ടെന്ന് ടോട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഹോവർ ചെയ്താൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ക്വിക്ക് അനാലിസിസ് എന്ന് പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളത് ക്ലിക്ക് ചെയ്താൽ മതി. അനാലിസിസ് ടൂളിന്റെ അടുത്ത ഭാഗം നോക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾസ് ആണ്. ടേബിൾ നമ്മളിവിടെ ഹോവർ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടേബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടും. പിന്നെ ബാക്കി ടേബിൾ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു ലെസൺ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ ക്വിക്ക് അനാലിസിസ് കൺട്രോൾ കീ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ കോർണറിൽ വരുന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. ബ്ലാങ്ക് പിവറ്റ് ടേബിൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതേപോലെ തന്നെ പുതിയ ഷീറ്റിൽ നമുക്ക് ക്വിക്കായിട്ട് തന്നെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ക്വിക്കായി കിട്ടുന്നതിനാണ് നമ്മൾ ക്വിക്ക് അനാലിസിസ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പുതിയ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇതും നമ്മൾ പിവറ്റ് ടേബിളിന്റെ വളരെ വിശദമായി 3-4 ലെസണിലായി പറഞ്ഞിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് കണ്ടു നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ക്വിക്ക് അനാലിസിസ് ടൂളിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്പാർക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ മിനി ചാർട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നതോട് കൂടി ഹോവർ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. അത് ഒരു സെല്ലിൽ ഉണ്ടാക്കുന്ന മിനി ചാർട്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിലാണ് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു മിനി ചാർട്ട് ഇവിടെ ഉണ്ടാക്കും. ഒക്കെ ആ റോയിലുള്ള വാല്യൂസ് വെച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെ 3 രീതിയിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. പിന്നെ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ടൂളുകളാണ് ക്വിക്ക് അനാലിസിസ് ടൂൾസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. നമ്മളത് ക്ലിക്ക് ചെയ്യേണ്ടതില്ല. നമുക്കത് ക്ലിക്ക് ചെയ്ത് സ്ഥിരമായി അവിടെ വെക്കണമെങ്കിൽ മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്വിക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടൂളുകളും നമ്മൾ പരിചയപ്പെടുത്തി. അതിന്റെ ഓരോന്നിന്റെയും ചില കാര്യങ്ങൾ ചാർട്ട്, അതേപോലെ ടേബിൾസ്, പിവറ്റ് ടേബിൾ ഒക്കെ നമ്മൾ ഓരോ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് അത് കൂടുതൽ വിശദീകരിക്കാത്തത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.